റിവ്യൂവിൽ സാധാരണ കാണും പോലെയൊന്നുമല്ല, നല്ല പടം. ദിലീപേട്ടൻ ഒരു കംബാക്ക് എന്നൊക്കെ പറയാൻ പോലെയല്ല, സാധാരണ പുള്ളി പടം കൊള്ളാം. മുതൽ ഞാൻ റിവ്യൂ ആയിട്ട് വിചാരിച്ച് കാണാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ നല്ല പടം. എനിക്ക് മോളാണ് അഭിനയം, നായികയുണ്ടല്ലോ, ആൾ സൂപ്പർ. ഇപ്പം നമ്മൾ ഒരുപാട് റിവ്യൂ കണ്ടായിരുന്നു നെഗറ്റീവൊക്കെ. അപ്പോൾ അതിൻ്റെ അത്ര ഒന്നുമില്ല, പടം നല്ല പടമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടിറങ്ങി വരുന്നവർ, അതിപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പടം ഇഷ്ടപ്പെടും. അല്ലാതെ ഈ നെഗറ്റീവ് അടിക്കാൻ വരുന്നവർക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് എന്തെങ്കിലും കുറ്റം പറഞ്ഞേ പറ്റൂ. കാരണം കണ്ടിറങ്ങി അവസാനം കണ്ണ് നിറയാതെ ആരും ഇറങ്ങില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നല്ലതാണ്. ഹാഫ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. ആൻഡ് anyone can watch it, even kids will enjoy it. Because I don't know the language, but it's a very nice movie to watch. Thank you. നല്ല പടം കാണാൻ, ഫാമിലിയായിട്ട് കാണാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. സൂപ്പറാണ്. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല പടം. നമ്മൾ റിവ്യൂവിൽ സാധാരണ കാണും പോലെയൊന്നുമല്ല, നല്ല പടം. ദിലീപേട്ടൻ ഒരു കംബാക്ക് എന്നൊക്കെ പറയാൻ പോലെയല്ല, സാധാരണ പുള്ളി പടം കൊള്ളാം. മുതൽ ഞാൻ റിവ്യൂ ആയിട്ട് വിചാരിച്ച് കാണാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ നല്ല പടം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. ഒത്തിരി നല്ലതാണ്. ഹാഫ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. ആൻഡ് anyone can watch it, even kids will enjoy it. Because I don't know the language, but it's a very nice movie to watch. Thank you. Dilip acting is very, very good. Comedy. It is good in everything. And like it's a very good family story also. സൂപ്പറാ. ദിലീപേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ. കോമഡിയൊക്കെ സൂപ്പർ. വളരെ ഇഷ്ടമായി. ദിലീപേട്ടനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എനിക്ക് മോളാണ് അഭിനയം, നായികയുണ്ടല്ലോ, ആൾ സൂപ്പർ. പ്രിൻസ് ശരിക്കും നല്ലൊരു പടമാണ്. ആദ്യം പടം ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സൊക്കെ വന്നായിരുന്നു. അപ്പം പടം കഴിഞ്ഞ പടങ്ങൾ പോലെ ദിലീപേട്ടൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയാൻ വലിയ അത്ര പ്രതീക്ഷ വയ്ക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന പടമാണ്. പക്ഷേ പടം കണ്ടു. പടം ഈ പറയും പോലെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഒരുപാട് റിവ്യൂ കണ്ടായിരുന്നു നെഗറ്റീവൊക്കെ. അപ്പോൾ അതിൻ്റെ അത്ര ഒന്നുമില്ല, പടം നല്ല പടമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടിറങ്ങി വരുന്നവർ, അതിപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പടം ഇഷ്ടപ്പെടും. അല്ലാതെ ഈ നെഗറ്റീവ് അടിക്കാൻ വരുന്നവർക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് എന്തെങ്കിലും കുറ്റം പറഞ്ഞേ പറ്റൂ. എന്തായാലും പടം ഇഷ്ടപ്പെടും. കാരണം ഒരു തെറ്റുപോലില്ല. കാരണം കണ്ടിറങ്ങി അവസാനം കണ്ണ് നിറയാതെ ആരും ഇറങ്ങില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് നല്ല പടമാണ്. നല്ല സ്റ്റോറി ആണെങ്കിലും ദിലീപേട്ടൻ്റെ കോമഡി ആണെങ്കിലും, കോമഡി ഒന്നും അത്രയ്ക്ക് പോരാന്ന് പലരും പറഞ്ഞു. പക്ഷെ നല്ലൊരു കോമഡിയാണ്. എന്താ പറയുക, ചിരിക്കാനുള്ളതുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പടം. എനിക്കെന്ന് പറയുന്നത് 10ൽ 9.5 കൊടുക്കാം, അല്ലെങ്കിൽ 10 കൊടുക്കാമെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന നെഗറ്റീവ് ഒന്നുമില്ല. ഇങ്ങനെ പ്രതീക്ഷ തന്നെയാണ് പടം ആദ്യം ഒരു 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് തെറ്റായി പോയെന്ന് തോന്നി. അത്രയ്ക്ക് നല്ല പടമാണ്, മികച്ച പടം. കാരണം അതിൻ്റെ തെളിവാണ് ഇന്ന് ഒരുപാട് പേര് പടം കാണുന്നത് തന്നെ. ഒരിക്കലും എന്താ പറയുക, നെഗറ്റീവ് അല്ലെങ്കിൽ റിവ്യൂ കണ്ട് ഈ പടം കാണരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാം, നിരാശപ്പെടില്ല. അത് ഈ പടം മാത്രമല്ലല്ലോ, ഇത് എത്രയോ പടങ്ങൾ, നല്ല പടങ്ങൾ നെഗറ്റീവ് പറയുന്നുണ്ട്. അതിപ്പം നമ്മൾ നോക്കി കാണാതിരിക്കാൻ നമ്മുടെ തെറ്റാണ്. ഇപ്പം അവർ നെഗറ്റീവ് പറയും, അത് എന്തിടും, അത് റിവ്യൂ നോക്കി അതിനെ വിശ്വസിച്ചിരിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അവരെയാണ് പറയേണ്ടത്. അതുകൊണ്ട് റിവ്യൂ നോക്കരുത്. റിവ്യൂ നോക്കാതെ നിങ്ങൾക്ക് പടം കാണാം. നല്ല പടമാണ്, ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പിന്നെ പലർക്കും പറയാം, കൊള്ളില്ല എന്ന് പറയാം. പക്ഷെ അത് അവരുടെ ഇത്. ഇപ്പോൾ നമുക്ക് പോയി പറയാൻ പറ്റത്തില്ലല്ലോ നല്ലത് പറയണം. അത് അവർ കണ്ട് അഭിപ്രായം പറയട്ടെ. എന്നെ പുറത്ത് വരെ നല്ലൊരു പടമാണ്, കാണാം.